കഴിഞ്ഞ ദിവസം വണ്ടീൻ്റെ ടയർ ചെത്തി തീരാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ. നീ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടാണ്, അലൈൻമെൻറ്റ് ചെയ്യാത്തതുകൊണ്ടെന്നൊക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ. ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് വെച്ചിട്ട് കേട്ടോ. ഫ്രണ്ടിലാണ് വണ്ടി കറക്കുന്നത്, ഫ്രണ്ട് വീലാണ് ചെളിയിലിട്ട് കറക്കുന്നതെന്ന് ബാക്കിലേക്ക് ഒരു എഫക്റ്റും അടിക്കാൻ പോകുന്ന കേസല്ല. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ചെയ്യാമെന്ന് എൻ്റെ വീഡിയോ കാണാത്തവരായിരിക്കും. കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് ഞാൻ അലൈൻമെൻറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ കാരണം കേട്ടോ. ബാക്കിൽ ഇതുപോലൊരു ആറം വരുന്നുണ്ട്, അതിനകത്ത് 2 ബുഷ് വരും, ഷോക്ക് വരും, കോയിൽ സ്പ്രിങ് വരും കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ടയറൊക്കെ ഇതുപോലെ വെട്ടിത്തരും കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും എന്താ പറയുക, ഈ അലൈൻമെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാക്ക് വീൽ ഇങ്ങനെ ചെത്തി തീരുമൊന്നുമില്ല കേട്ടോ. അപ്പം ബാക്കിലെ സസ്പെൻഷൻ ഫുള്ള് ഇറക്കിയിട്ട് 2 ബുഷും മാറി. അത്യാവശ്യം നല്ലൊരു പൈസ വരുന്ന പരിപാടിയായിരുന്നു. കേരളത്തിൽ നമ്മൾ എപ്പോഴും കാണിക്കുന്ന വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഈ വട്ടവും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെത്തി തീരുന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റൊക്കെ ഒരു പരിധി വരെയാണ്. ഫ്രണ്ട് വീലിനൊക്കെ നമുക്ക് ഒരു വിധം ഇതാക്കാൻ പറ്റും. സസ്പെൻഷനൊക്കെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പം ഇനി ആർക്കും ചെത്തി തീരുന്നവരുണ്ടെങ്കിൽ എന്തായാലും സസ്പെൻഷൻ ചെക്ക് ചെയ്യുക. ഇനി ആരും ഇതുപോലെ പൈസ കളയാണ്ടിരിക്കുക കേട്ടോ.